ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. സോ ഈ ഒരു സീസൺ കഴിയാറായി, സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിന് അടുത്തടുത്ത് വരികയാണ്. സോ ഒരുപാട് ഡീലുകളെ പറ്റിയും ഒരുപാട് പ്ലേയേഴ്സിനെ പറ്റിയും റൂമേഴ്സും കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ഒരു സമയമാണ്. സോ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു സെൻറ്റർ ബാക്കിൻ്റെ പുറകെയാണ് യൂറോപ്പിലെ ടോപ്പ് ക്ലബ്സ് എല്ലാവരും എന്നുള്ളതാണ്. പ്രീമിയർ ലീഗിലെ ബേർണമത്തിൻ്റെ സെൻറ്റർ ബാക്ക് പ്ലെയറായ ഡീൻ ഹ്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. 20 വയസ്സ് മാത്രമാണ് താരത്തിന് പ്രായമുള്ളത്. 2005 ആംസ്റ്റർഡാമിലാണ് ഈ ഒരു പ്ലെയർ ജനിച്ചത്. 6 അടി 6 ഇഞ്ച് ഉയരമുണ്ട് പ്ലെയറിന്. ഇപ്പോൾ സ്റ്റിൽ ഗ്രോയിങ് സ്റ്റേജ് ആണ് പ്ലെയർ. സോ കോസ്റ്റോണിഡ എന്ന് പറയുന്നൊരു ക്ലബിലാണ് ഈ ഒരു താരം ചെറുപ്പകാലത്ത് പ്ലേയിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2015 10 വയസ്സുള്ളപ്പോൾ മലാഗയുടെ യൂത്ത് സിസ്റ്റത്തിലേക്ക് മാറി. അതിനുശേഷം 2017 യുവൻറ്റസിലേക്ക് എത്തുന്നുണ്ട്. അണ്ടർ 17 ടീമിലാണ് ആദ്യം കളിച്ചു തുടങ്ങിയത്. പിന്നെ അണ്ടർ 19 പിന്നെ യുവൻറ്റസ് നെക്സ്റ്റ് ജെൻ ടീമിലേക്ക് കയറി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ റിസർവ് ടീമിനെയാണ് ഈ പറയുന്നത്. അതിനുശേഷം സീനിയർ ടീമിലേക്കുള്ള കുഴപ്പം വരുന്നു. അതിനുശേഷം റോമയിലേക്ക് 2024 ജനുവരിയിൽ ഈ സിരിയയിലെ തന്നെ മറ്റൊരു ക്ലബ്ബായ റോമയിലേക്ക് ഈ താരത്തിനെ ലോണിന് അയക്കുകയാണ് സീസണിൻ്റെ അവസാനം വരെ. പിന്നീട് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ 15.2 മില്യൺ യൂറോസിനാണ് യുവൻറ്റസ് ബേർണമത്തിന് ഈ ഒരു താരത്തെ വിറ്റത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യുവൻറ്റസിന് വലിയൊരു നഷ്ടമായെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു വർഷം കഴിയാറാവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഈ ഒരു താരത്തിന് എത്ര ഡിമാൻഡ് കൊണ്ട് ഈ ഒരു താരത്തിന് വേണ്ടി ബേർണമത്ത് ചോദിക്കുന്നത് ഈ പറയുന്ന 15.2 മില്യൺ യൂറോസിനേക്കാളൊക്കെ 2-3 ഇരട്ടി അധികം വരുന്ന ഒരു തുകയാണ്. ആൻഡ് അത് പേ ചെയ്യാനായിട്ട് ക്ലബ്സ് എല്ലാം റെഡിയായിട്ട് ക്യൂവിൽ നിൽക്കുന്നൊരു സമയവും കൂടിയാണ്. സോ ഈ ഡീൻ ഹ്യൂസിനെ കുറിച്ച് എന്താണ് ഡീൻ ഹ്യൂസിന് ഇത്രയും മോസ്റ്റ് വാണ്ടഡ് CB ഇൻ യൂറോപ്പ് ആവാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്. ആന്റണി എറിയോളയുടെ കീഴിൽ ബേർണമത്തിൽ ഈ ഒരു സീസണിൽ ഓൾറെഡി 26 മത്സരങ്ങളിൽ ഈ താരം ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനകത്ത് 21 മത്സരത്തിലും സ്റ്റാർട്ടറായിട്ടാണ് ഈ ഒരു പ്ലെയർ ഇറങ്ങിയത്. സോ ഈ ഒരു സീസണിൽ ഓൾറെഡി പ്രീമിയർ ലീഗിൽ 2 ഗോളും 1 അസിസ്റ്റും ഈ താരം വെച്ചിട്ടുണ്ട്. ഗോൾ നേടിയത് ആദ്യം ടോട്ടനം ഹോട്ട്സ്പറിനെതിരെയും പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ് ഗോളുകൾ നേടിയതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ ഇനി പുറത്തുനിന്ന് വേറൊരു രാജ്യത്ത് നിന്ന് ഈ ചെറുപ്രായത്തിൽ വരുമ്പോൾ ഇംഗ്ലീഷ് കണ്ടീഷൻസിൽ ഈ പ്ലെയർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുമെന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലായിരിക്കും, അഡാപ്റ്റ് ചെയ്യാൻ പാടുപെടുമെന്നൊക്കെ ഒരുപാട് പേര് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമെങ്കിലും അധികം വൈകാതെ തന്നെ, അധികം സമയമൊന്നും എടുക്കാതെ തന്നെ താനൊരു വിശ്വസ്തനായ കളിക്കാരനാണ് ആ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ എന്നുള്ള ലേബലിലേക്ക് എത്താൻ ഡീൻ ഹ്യൂസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ഈ ഒരു പ്ലെയറിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫിസിക്കലി കുറച്ചും കൂടി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷ്വലി ഡോമിനേഷനൊക്കെ ഉള്ള പ്ലെയേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്ലെയറിനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലീനായിട്ടുള്ളൊരു പ്ലെയറാണ്. പക്ഷെ അതൊരു വീക്ക്നെസ് ആയിട്ട് പറയാനേ പറ്റില്ല. കാരണം പ്ലെയറിൻ്റെ ഈ ഒരു സെൻറ്റർ ബാക്കിൻ്റെ ടെക്നിക്കൽ പ്രവേഴ്സ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ടോപ്പ് നോച്ചാണ് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ എന്നുള്ളതാണ്. മത്സരം വെടിപ്പായിട്ട് റീഡ് ചെയ്ത് ത്രെറ്റ്സ് വരുമ്പോൾ കറക്റ്റായിട്ട് ഇൻ്റർസെപ്ഷൻ വെക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പെർ 90 നോക്കുകയാണെങ്കിൽ ഈ പ്ലെയറിൻ്റെ റേറ്റിംഗ് വരുന്നത് 2.11 ആണ് പെർ 90 ഇൻ്റർസെപ്ഷൻസ് വെക്കുന്ന കാര്യത്തിൽ. അതേപോലെ ഈ പ്ലെയറിൻ്റെ ഹൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. 6 അടി 6 ഇഞ്ച് ഉയരമുണ്ട് ഈ ഒരു പ്ലെയറിന്. ഏരിയൽ ഡ്യൂവൽസിൽ ഈ പ്ലെയറിൻ്റെ ആ ഒരു കഴിവ് 2.71 പെർ 90 ഏരിയൽ ഡ്യൂവൽസ് ഈ പ്ലെയർ വിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ ഹൈറ്റ് വെടിപ്പായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലെയർ. അതേപോലെ ബ്ലോക്സ് വെക്കുന്ന കാര്യത്തിലാണെങ്കിലും ഫൈനൽ തേർഡിൽ പന്ത് പൊസിഷൻ കിട്ടുന്ന കാര്യത്തിൽ റിക്കവറീസിൻ്റെ കാര്യത്തിലാണ് ഈ പ്ലെയർ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയണം പ്ലെയറിൻ്റെ ഓൺ ദ ബോൾ പ്രോഗ്രസീവായിട്ടുള്ള പാസസും അതേപോലെ മറ്റുള്ള പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാനായിട്ട് ഒരു മടിയില്ലാത്ത പ്ലെയറാണ്. ടേക്ക് ഓൺ ചെയ്ത് പന്ത് പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് കുതിക്കാനായിട്ട് വരുന്ന ഒപ്റ്റാനലിസ്റ്റിൻ്റെ ഡാറ്റ പ്രകാരമാണെങ്കിൽ 25% പന്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പ്ലെയർ നന്നധികം സഹായിക്കും. മിക്കപ്പോഴും 25% പന്ത് മുന്നോട്ടിട്ട് എതിർ പോസ്റ്റിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഈ പ്ലെയർ ശ്രമിക്കാറുണ്ട് എന്നൊരു ഡാറ്റ ഒരിടത്ത് കണ്ടിരുന്നു. അതേപോലെ ആക്യുറേറ്റ് ലോങ് ബോൾസിൻ്റെ കാര്യം എടുത്ത് പറയണം. 4.87 പെർ 90 ആക്യുറേറ്റ് ലോങ് ബോൾസ് ഈ പ്ലെയറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാൻ വേണ്ടി സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന പ്ലെയറിന് ആക്യുറേറ്റ് ലോങ് ബോൾസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അറ്റാക്കിങ്ങിലേക്ക് ഒരു ഡയറക്റ്റ് എൻട്രി തന്നെയാണ് ഈ ലോങ് ബോൾസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. സോ അതിലും ഈ ഒരു പ്ലെയർ ടോപ്പ് നോച്ച് തന്നെയാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് യൂറോപ്പിലെ മിക്ക ക്ലബ്ബുകളും ഈ ഒരു പ്ലെയറിൻ്റെ പിറകെ കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണലും ചെൽസിയും ലിവർപൂളും യുണൈറ്റഡും എല്ലാവരും ഈ ഒരു താരത്തിൻ്റെ പിറകെയുണ്ട്. അതേപോലെ പുറത്തുനിന്ന് പ്രീമിയർ ലീഗിന് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബയേൺ മ്യൂണിച്ചും ബാഴ്സ, റയൽ മാഡ്രിഡ് അടക്കം ഈ ഒരു താരത്തിനെ പറ്റി എൻക്വയറി ചെയ്തു എന്നുള്ളതാണ് കേൾക്കുന്നത്.
സോ ഈ താരം ഈ അടുത്താണ് ഇൻ്റർനാഷണൽ ഡെബ്യൂ വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെതർലാൻഡ്സിൽ ജനിച്ച ഒരു താരമാണ്. നെതർലാൻഡ്സിൻ്റെ യൂത്ത് ടീമുകളിലൊക്കെ, ഇൻ്റർനാഷണൽ യൂത്ത് ടീമുകളിലൊക്കെ ഈ താരം കളിച്ചിരുന്നു. പക്ഷേ സീനിയർ ടീമിൽ ഇപ്പോൾ അവസാനം ചൂസ് ചെയ്ത് സ്പെയിൻ നാഷണൽ ടീമിനോട് കളിക്കാനാണ് തീരുമാനിച്ചത്. ആളപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ സ്പെയിന് വേണ്ടി നെതർലാൻഡ്സിനെതിരെ തന്നെയാണ് ആൾ കളിക്കാൻ ഇറങ്ങിയത്. ശരിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനൽസ് ആയിരുന്നു UEFA നേഷൻസ് ലീഗിൻ്റെ. ഇനിഗോ മാർട്ടിനസ് ഇഞ്ചേർഡായി പോയ കാരണം കവർ ചെയ്യാനാണ് ഈ പ്ലെയർ വന്നത്. പക്ഷേ 41ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, അതായത് കുബാർസി ഇഞ്ചേർഡ് ആയപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങാനായിട്ട് ഈ ഒരു താരത്തിന് ഫസ്റ്റ് ലെഗിൽ കഴിഞ്ഞു എന്നുള്ളതാണ് നെതർലാൻഡ്സിൽ അവരുടെ ഫാൻസിന് മുമ്പിലാണ് ഈ ഒരു പ്ലെയർ ഇറങ്ങിയത് എന്നുള്ളതായിരുന്നു. ഒരു ഹോസ്റ്റൽ എൻവയോൺമെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഡെബ്യൂ വെച്ചത് എന്നുള്ളതാണ്. സെക്കൻഡ് ലെഗിലും നല്ലൊരു പെർഫോമൻസ് തന്നെ, ഫസ്റ്റ് ലെഗിലും സെക്കൻഡ് ലെഗിലും നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. എക്സ്ട്രാ ടൈമിൽ ലെമിൻ യമാലിന് ഒരു ബ്യൂട്ടിഫുൾ അസിസ്റ്റും അവിടെ ഈ ഒരു പ്ലെയർ കൊടുത്തു എന്നുള്ളതാണ്. സോ ഇൻ്റർനാഷണലി ഒരു നല്ലൊരു അരങ്ങേറ്റം തന്നെ അവിടെയും കുറിച്ചു. ഫാൻസ് എല്ലാം ഇപ്പോഴേ സംസാരിച്ചു തുടങ്ങി സ്പെയിനിൻ്റെ ഭാവി സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയിരിക്കും കുബാർസിയും ഡീൻ ഹ്യൂസനും എന്നുള്ളതൊക്കെ തരത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി ഫാൻസൊക്കെ ഓൾറെഡി. ബേർണമത്ത് പോലെ എപ്പോഴും ടേബിൾ ടോപ്പിൽ ഫിനിഷ് ചെയ്യാത്ത ക്ലബ്ബുകൾക്ക് ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ വരുമ്പോൾ ടോപ്പ് ബ്രാസ് കൊടുത്ത് ടോപ്പ് പ്ലെയേഴ്സിനെ വാങ്ങിക്കൂട്ടാൻ കഴിയണം എന്നില്ല. സോ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കൗട്ടിങ് വഴി യങ് പ്ലെയേഴ്സിനെ കണ്ടെത്തും. ചെറിയൊരു ട്രാൻസ്ഫർ ഫീക്ക് എങ്ങനെ ഒരു പ്ലെയറിനെ ടീമിലേക്ക് എത്തിക്കും. അതിനുശേഷം ആ പ്ലെയറിനെ ഡെവലപ്പ് ചെയ്ത് ഒരു വാല്യൂ എത്തിക്കുമ്പോൾ ക്യാഷിൻ ചെയ്യും. സോ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഡീൻ ഹ്യൂസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അതാണ് ഒരു വർഷം, പക്ഷേ ഒരു പെട്ടെന്നായിപ്പോയി എന്നുള്ളതാണ്. ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിൽ ഇത്രയും ഡെവലപ്മെൻറ്റ് ബേർണമത്തും പ്രതീക്ഷിച്ച് കാണില്ല. മേ ബി 50 മില്യൺ പൗണ്ട്സാണ് ഇപ്പോൾ ഈ പ്ലെയറിന് റിലീസ് ക്ലോസ് ആയിട്ട് ബേർണമത്ത് വെച്ചിരിക്കുന്നത്. സോ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് യൂറോപ്പിലെ ക്ലബ്ബുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിനത് റയൽ മാഡ്രിഡിൻ്റെ കാര്യം, റയൽ മാഡ്രിഡ് ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന റയൽ മാഡ്രിഡിന് ആ ഒരു പ്രൈസിന് പ്ലെയറിനെ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ്. അതേപോലെ ഈ ഒരു സീസണിലൊരു സെൻറ്റർ ബാക്ക് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യമൊക്കെ അവർ ഡിസ്കഷനിലാണെന്ന് കേൾക്കുന്നു. ഇനി പ്രീമിയർ ലീഗിലെ കാര്യം നോക്കുകയാണെങ്കിൽ ലിവർപൂളിനാണ് സാധ്യത കൂടുതലായിട്ട് പറഞ്ഞ് കേൾക്കുന്നത്. ആൻഡ് അതേപോലെ ചെൽസിയുടെ പേര് ഇപ്പോൾ വളരെ എടുത്ത് കേൾക്കുന്നുണ്ട്. യുണൈറ്റഡിൻ്റെ പേര് കേട്ടിരുന്നു, ആഴ്സണലിൻ്റെ പേരും കേട്ടിരുന്നു. പക്ഷെ അത് വളരെ താഴെയാണ്. അത്ര ശക്തമായിട്ടുള്ള ഒരു റൂമറൊന്നും ആയിരുന്നില്ല. എനിവേ ലിവർപൂളിനാണ് ഇപ്പോൾ കൂടുതൽ ചാൻസ് കാണുന്ന ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനായിട്ട്. ഏത് ക്ലബിലേക്കാണ് ഈ ഒരു പ്ലെയർ പോവുക എന്നുള്ളത് മാത്രമേ നമുക്കിനി അറിയാനുള്ളൂ. എന്തായാലും ബേർണമത്തിന് ഈ ഒരു പ്ലെയറിനെ പിടിച്ചു വെക്കാനായിട്ട് എന്തായാലും ഈ ഒരു സമ്മർ കഴിഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അവർക്ക് ആ ഒരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. ക്യാഷിൻ ചെയ്യാൻ തന്നെയാണ് അവർ നോക്കാൻ ചാൻസ് ഉള്ളൂ. ഏത് ക്ലബിലേക്കാണ് ഈ ഒരു പ്ലെയർ പോകാൻ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആൻഡ് ഏത് ക്ലബിലേക്ക് പോയാലും അതൊരു വേർത്തി അഡീഷൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ. ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ ഒരു പ്ലെയറിൻ്റെ. 20 വയസ്സായിട്ട്, ഇപ്പോൾ ഏപ്രിൽ 20 വയസ്സായിട്ടേ ഉള്ളൂ. സോ ഇനി അങ്ങോട്ട് ഇയേഴ്സ് കിടക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഒരു എലീറ്റ് ലിസ്റ്റിൽ ഈ ഒരു പ്ലെയറിൻ്റെ പേര് കാണാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എനിവേ ഈ ഒരു പ്ലെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിലും രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് അലക്സാണ്ടർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.